നമുക്കറിയാം കഥകളിയുടെ ഭാഷ അതിന്റെ ആട്ടകഥാരൂപത്തിലൂടെ പദങ്ങൾ പാട്ടുകാർ പാടുന്നു. ആട്ടകഥ എന്ന് പറയുന്നത് നമ്മുടെ പുരാണ കഥകളിലെ വളരെ നാടകീയമായ സന്ദർഭങ്ങൾ മുഴുവനും എടുക്കാറില്ല. പലപ്പോഴും നാടകീയമായ സന്ദർഭങ്ങൾ മാത്രമേ ആട്ടകഥാകാരന്മാരെ തിരഞ്ഞെടുക്കാറുള്ളൂ. ആ കഥാസന്ദർഭങ്ങളെ പദങ്ങളും ശ്ലോകങ്ങളുമായി മാറ്റുന്നതിനാണ് ആട്ടകഥ. അതിൽ ശ്ലോകങ്ങൾ എന്ന് പറയുമ്പോൾ പലപ്പോഴും ആ കഥയുടെ ചുരുക്കം, അതായത് ഒരു രംഗം കഴിഞ്ഞ് അടുത്ത രംഗം വരുന്നതിനുള്ള കാലത്തെ ആ ഒരു കാര്യം ചുരുക്കി പറയുന്നതാണ് ശ്ലോകം. അങ്ങനെ ഒരു ഭാഷാ പ്രയോഗം തന്നെയാണ് ശ്ലോകങ്ങൾ കഴിക്കുക. പദങ്ങൾ എന്ന് പറയുന്നത് കഥാപാത്രങ്ങൾ തമ്മിലുള്ള സംഭാഷണം. ഇങ്ങനെയാണ് ആട്ടക്കഥയുടെ രചന. അത് മലയാളം സംസ്കൃതം കൂടി കലർന്ന മണിപ്രമാണ ഭാഷയിലാണ് കൂടുതലും ആട്ടക്കഥകൾ വന്നിട്ടുള്ളത്. അതിൽ ചിലപ്പോൾ നമ്മുടെ ഭാഷാപദങ്ങൾ കൂടിയിരിക്കും, ചിലപ്പോൾ സംസ്കൃത പദങ്ങൾ കൂടി. ഉണ്ണായി വാര്യർ, അതുപോലെ തന്നെ നമ്മുടെ ഇരയിപ്പള്ളി നമ്പി, ഇവരെല്ലാം വളരെ പ്രശസ്തരായിട്ടുള്ള ആട്ടക്കഥാകാരന്മാർ. ഈ ആട്ടക്കഥയെ രംഗത്ത് അവതരിപ്പിക്കുക എന്നുള്ളതാണ് കഥകൾ. അതായത് കഥയുടെ മാത്രം കളിയല്ല, ഈ ആട്ടകഥാരൂപത്തിലായ ഒരു കഥയല്ല, ആട്ടകഥാരൂപത്തിലായ കഥയെ രംഗത്ത് അവതരിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന മാർഗങ്ങളെല്ലാം തന്നെ അവിടെ പാട്ടുകാര് ഈ പദങ്ങൾ ആരംഭിക്കുന്നു. ആ സമയത്ത് നമ്മുടെ വാദ്യമേളങ്ങളുടെ അനുമതിയോട് ചെണ്ടയും മട്ടവും ഒക്കെയാണ് കഥകളിയിലെ പ്രധാന വാദ്യങ്ങൾ. ആ വാദ്യമേളങ്ങളുടെ അനുമതിയോടെ ഈ നടന്മാര് ഈ പറയുന്ന പുറയിൽ പാടുന്ന പദങ്ങളുടെ അർത്ഥം മുദ്രകളിലൂടെയും അതുപോലെ തന്നെ മുഖഭാവങ്ങളിലൂടെയും അവതരിപ്പിക്കുക. അതാണ് ശരിക്കും കഥ. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ കഥയുടെ കളി മാത്രമല്ല, ആ കഥയെ അവതരിപ്പിക്കാനുള്ള ആ തന്ത്രങ്ങളെയാണ് നമ്മൾ തിയേറ്റർ എന്നുള്ള സങ്കല്പത്തിലൂടെ ആവിഷ്കരിക്കുന്നത്. നമ്മുടെയൊക്കെ സാധാരണ ധാരണയുണ്ട് സിനിമയും നാടകവും ഒക്കെ ഉള്ളപ്പോൾ കഥകളിക്ക് എന്താണ് പ്രസക്തി. കഥകളിക്ക് അവിടെ പ്രസക്തി ഒരിക്കലും അവസാനിക്കുന്നില്ല. അതുകൊണ്ടാണ് ഏതാണ്ട് 3-4 നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട് കഥകളി ഇപ്പോഴും നമ്മുടെ ഈ കേരളത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കലാരൂപത്തിന്റെ കേരളത്തിലെ നാടൻ കലകളുടെ ഒരു സത്ത്, അതുപോലെ തന്നെ ക്ലാസിക്കൽ കലാരൂപങ്ങളുടെ ഒരു സത്ത്, ഇതെല്ലാം കൂടിച്ചേർന്ന ഒരു കലാരൂപം ഏതാണെന്ന് ചോദിച്ചാൽ സംശയം പറയുന്നത്. അതുകൊണ്ടാണ് കഥകളിയെ കേരളത്തിന്റെ കലാരൂപമായി, പ്രധാന കലാരൂപമായി, അല്ലെങ്കിൽ കേരളത്തിന്റെ പര്യായമായി കലാരൂപം. അപ്പൊ നമുക്ക് ഈ കഥകളി അരങ്ങിൽ നിന്ന് നാടൻ കലകളുടെ സ്വാധീനം കാണാം, ക്ലാസിക്കൽ കലാരൂപങ്ങൾ കൂടിയാണ് തുടങ്ങിയിട്ടുള്ള മറ്റ് കലാരൂപങ്ങളുടെ സ്വാധീനം കാണാം. ചുരുക്കം പറഞ്ഞാൽ കേരളത്തിന്റെ ഒരു ആസ്വാദനത്തിന്റെ എന്താ പറയാ പൊതുസ്വത്ത് എന്ന് കഥകളിയെ നമുക്ക് വിളിക്കും. അതുകൊണ്ടാണ് കഥകളി കേരളത്തിലെ ഏറ്റവും പ്രധാന കലയായി ഉയർന്നത്. അവിടെ ഈ കഥകളിയുടെ ദൗര്യത്തെ, അതായത് പാട്ട്, അഭിനയത്തിനൊപ്പം തന്നെ നൃത്തവുമുണ്ട്, അതുപോലെ തന്നെ വാദ്യവുമുണ്ട്. അങ്ങനെ 3 ചേർത്ത് ദൗര്യത്തിൽ അത് കഥകളിയിലാണ് ഏറ്റവും ഭംഗിയായി അവതരിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് കൂടിയാണ് നമുക്ക് എല്ലാവർക്കും കഥകളി എന്താ പറയുക പ്രാപ്യമല്ലാതിരിക്കും. സാധാരണഗതിയിൽ അച്ഛൻ പറഞ്ഞ പോലെ അബ്രഹാമിന്റെ വലിയ കണ്ടെങ്കിലും അക്ഷരമാല പോലെ വെറും സൂചകങ്ങൾ മാത്രമാണ് ഈ കർക്കരീമുഖം, ശുഗതുണ്ടം, കവിത്തകം, ഹംസപക്ഷം, ശിഖരം, ഹംസാസി, അഞ്ജലി, അർദ്ധചന്ദ്രം, മുകുരം, പ്രവരം, സൂചികാമുഖം, പല്ലവം, ത്രിപദാകം, മൃഗശീർഷം, സർപ്പശിരസ്, വർത്തമാനകം, അരാളം, പൂർണ്ണരാമം, മുകുളം, കടകം. ഇത് 2 കൈ കൊണ്ട് കൂട്ടി കാണിക്കുമ്പോഴത്തേക്ക് രാജാവ് നമുക്ക്
ഒരു കൈ ഇങ്ങനെ ഇങ്ങോട്ട് മടക്കുന്നു, ഈ കൈ ഇങ്ങോട്ട് മടക്കുന്നു. അതുപോലെ തന്നെ സൂര്യൻ നോക്കും, ആന നോക്കും, ഇത് അടുത്ത മുദ്രാമുദ്രാഖ്യം. ഇതിൽ തപസ് എന്ന് പറയുന്നത് ഇത് വാക്കുകളാണെങ്കിൽ ഇനി ഒരു വാക്യത്തിലേക്ക് ഈ മുദ്ര എങ്ങനെ പോകുന്നു, ഞാൻ ഇവിടെ നിന്ന് പോകുന്നു എന്ന് ഒരു സെന്റൻസ് ആക്കി മാറ്റി. അപ്പൊ ഈ ഭാഷ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ കഥകളി എന്ന് പറയുന്നതിനെ പൂർണ്ണമായിട്ട് ആസ്വദിക്കാം. പകുതിക്ക് ആസ്വദിക്കാം, മുക്കാൽ ആസ്വദിക്കാം, പക്ഷേ മുഴുവനായിട്ട് ആസ്വദിക്കാം എന്നുണ്ടെങ്കിൽ ഈ എന്താ പറയുക, ഈ ഭാഷ പഠിച്ച്. പക്ഷെ ഭാഷ പഠിക്കൽ മാത്രമാണ് കഥകളി എന്നുള്ളതല്ല. നമ്മുടെ മുദ്രകളെ ചില സിമ്പിളായിട്ടോ അല്ലെങ്കിൽ സൂചനകളായിട്ടോ മാത്രമല്ല നമ്മൾ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ ഒരു ഭാഷയുടെ തലത്തിൽ മാത്രമല്ല നമ്മളിതിനെ ഒരു കലാ പ്രവൃത്തിയാണ്. അപ്പൊ അതിന് മുഖഭാവങ്ങൾ വേണം. മുഖഭാവങ്ങൾ വേണമെങ്കിൽ അതിനെ ആദ്യം കണ്ടു തന്നെ. ഞാൻ ഒത്തിരി സമയത്തിലേക്ക് പോകുന്നില്ല, ചെറുതായിട്ട് കണ്ണിന്റെ സാധ്യത. വൃത്തത്തിലും അതുപോലെ തന്നെ തിരിച്ചും, വൃത്തത്തിലും അതുപോലെ തന്നെ തിരിച്ചും കണ്ണ് കിടക്കുന്നതാണ്. ഇനി നേരെ കണ്ണ് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, കണ്ണ് താഴോട്ട് വരുമ്പോൾ കണ്ണിന്റെ പോളങ്ങി കണ്ണാണ്. സാധാരണ നമ്മൾ ചെയ്യുമ്പോൾ ഈ കണ്ണിന്റെ പോളെങ്ങനെ കാണും. ഇതിനെ ബലമായിട്ട് നമ്മൾ മുകളിലോട്ട്, അപ്പൊ അത് ഇച്ചിരി നിരക്കേണ്ട പണിയാണ്. അപ്പം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, കഥകളിയിലെ വലിയ ആചാര്യനായിരുന്നു കലാമണ്ഡലം കൃഷ്ണനാരായണ. കൂടിയാളുകളെ നിരവധിയായ പാടിമാരുടെ സാധനം കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് എന്താ പറയുക, മണിക്കൂറുകളോളം കണ്ണിന്റെ സാധനം അഭ്യസിക്കും. ആ കണ്ണ് സാധനത്തിന്റെ ബലം കൊണ്ടാണ് അത് അഭിനയത്തിലേക്ക് കടക്കുമ്പോഴാണ് ആ സാധനത്തിന് പ്രയോജനം. അങ്ങനെ മണിക്കൂറുകളോളം കണ്ണിന്റെ സാധനം ചെയ്ത് വർഷങ്ങളോളം അങ്ങനെ അഭ്യസിച്ചതാണ് നമുക്ക് മുദ്രകൾക്കൊപ്പം കണ്ണ് അതിന്റെ സഞ്ചാരത്തിലേക്ക് നേരെ. കൈലാസപർവ്വതം നോക്കി കാണുകയാണെങ്കിൽ അത് വളരെ സ്ലോയിലായിരിക്കും കണ്ണ് ചലിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഒത്തിരി വേഗത്തിൽ കണ്ണ് ചലിപ്പിക്കുന്നു നമ്മുടെ വലിയ കഴിവായിട്ട് നമ്മൾ എടുക്കണം. അത് നമുക്ക് കഥകളി ആരെങ്കിലും അത്ര വലിയ ആവശ്യമില്ല, പക്ഷെ അഭിനയത്തിന് അത് സഹായിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഇപ്പം കൈലാസത്തെ നോക്കി കാണുകയാണെങ്കിൽ കണ്ണ് വളരെ പതുക്കെ. കണ്ണ് മുകളിൽ നിന്ന് താഴുന്നു.
ഭാഗത്തേക്ക് ചെല്ലും. കണ്ണിന്റെ പകുതി മാത്രം, നേരത്തെ കണ്ട ആ വൃത്താകൃതിയിൽ കണ്ണിന്റെ പകുതി മാത്രം മുകളിൽ. ഇനി താഴെ കണ്ണിന്റെ പകുതി. ഇനി വശങ്ങളിലേക്ക് ഇവിടുന്ന് പകുതി മാത്രം. നമ്മൾ മുദ്ര കാണിക്കുന്നത് ഒരു സിമ്പൽ. ഇത് കണ്ടു നേരെ വഴി പോലെ എന്നുള്ളത്. ഇനി വർദ്ധിക്കുക നമുക്ക് മുകളിൽ താഴെ. ഇനി വണ്ട് എന്നുള്ള മുദ്ര കോണോട് പോലെ. ഇനി അളകകൾ എന്നുള്ള മുദ്ര പകുതി മാത്രം. കവിള് എന്നുള്ള മുദ്ര കണ്ണിന്റെ അടിയിൽ കൂടെ പകുതി. ഇനി വില്ല് എന്നുള്ള മുദ്ര കണ്ണിന്റെ സൈഡിൽ കൂടെ പകുതി. ഈ സൈഡിലാണ് വില്ല് കാണിക്കുന്നത്. മനസ്സിലായി കാണും. കണ്ണ് എന്തുമാത്രം പ്രധാനമാണ് മനസ്സിലായി. ഇത് ഒരു ദിവസം കൊണ്ടൊന്നും കിട്ടുന്നതല്ല. ഇനി പുരിയങ്ങളെ തന്നെ ഓരോന്ന് ഇനി കണ്ണിന്റെ തടങ്ങൾ എന്ന് പറയുന്നില്ല, കാണാൻ പറ്റും. കഴുത്ത് ലജ്ജ ഒക്കെ അറിയിക്കുന്നത് കഴുത്താണ്. ഇനി മുദ്ര കാണിക്കാൻ വേണ്ടി കൈയുടെ പേരിൽ ചുരുക്കം പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാചികം നാട്ടുകാർ നിർവഹിച്ചു. പക്ഷെ വാക്കുകളുടെ അർത്ഥം അത് എത്ര ഭംഗിയായിട്ട് ശരീരം കൊണ്ട് അഭിനയിക്കാൻ പറ്റുമോ, ശരീരത്തിന്റെ ഓരോ അംശങ്ങളും എത്ര ഭംഗിയായിട്ട് അത് അവതരിപ്പിക്കാൻ പറ്റുമോ, അതാണ് നടന്റെ ജോലി. നടൻ അത്രയും ജോലിയുള്ളൂ. പക്ഷെ അത്രയും ജോലിയുള്ളൂ എന്ന് പറഞ്ഞാൽ കഥകളിയിലെ പ്രധാന അംശം എന്ന് പറയുന്നത് അതിനെ സഹായിക്കാൻ മാത്രമേ ആന നമ്മളിൽ ഉണ്ടാക്കിയ ഒരു അനുഭവത്തെ നമ്മൾ പുനഃസൃഷ്ടിക്കുകയാണ്. വെറുതെ ഒരു ആനയെ നമ്മൾ അതുപോലെ തന്നെ ആവിഷ്കരിക്കുകയല്ല ചെയ്യുന്നത്. ആന നമ്മളിൽ ഉണ്ടാക്കുന്ന ഒരു അനുഭവം, ആ അനുഭവത്തെ നമ്മൾ അതാണ് ഇത് പ്രധാനമന്ത്രിയാണ്.
സന്ദർഭം വിശദീകരിക്കാൻ കിട്ടിയാൽ കഥകളി നടന്മാരും വരേണ്ട വളരെ വിശദീകരിച്ച് തന്നെ ആ ഒരു മുദ്രകളെ പ്രകടിപ്പിക്കാം. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഈ പദങ്ങൾ കൂടുതൽ സമയം നമുക്ക് ആവർത്തിച്ചു തോന്നുന്നത്. ആ പദങ്ങളുടെ അർത്ഥം തീരുന്നത് വരെ, അല്ലെങ്കിൽ ആ വിശദീകരിച്ച മാതിരി തീരുന്നത് വരെ ആ പദം തന്നെ പാടിക്കുന്നു, ആ വരി തന്നെ പാടിക്കുന്നു. അപ്പൊ നമുക്ക് പലപ്പോഴും അരോചകമായിട്ട് ചിലർക്ക് തോന്നാറുണ്ട്, എന്തിനാ ഇതിന് മാത്രം പ്രാവശ്യം ഈ വരികൾ പാടുന്നത് എന്ന് തോന്നാറുണ്ട്. അപ്പൊ ഇതുകൊണ്ടാണ് നമുക്ക് ആചാര്യന്റെ ശരിക്കും ഇത്രയേ ഉള്ളൂ ശൃംഗാരത്തിന്റെ ഒരു വ്യായാമം. പക്ഷെ ഇനി ഒരു സുന്ദരി എന്ന് പറയുന്ന മുദ്ര വരുന്നതോടുകൂടി ആ ശൃംഗാര രസത്തിലാണ് ആ മുദ്ര. അപ്പൊ അതെങ്ങനെയാണ് വിശദീകരിച്ചറിയിക്കുന്നത്? ഇത് സുന്ദരി എന്നുള്ള മുദ്ര, ഇത് സ്ത്രീ എന്നുള്ള മുദ്രയാണ്. ഇതിങ്ങനെ വരുമ്പോഴത്തേക്കും അത് സുന്ദരി എന്നുള്ള മുദ്രയായിട്ട് സുന്ദരി എന്ന് പറയുന്നത് ശൃംഗാരസത്തില്. ഇനി ഹാസ്യം. ഹാസ്യം എന്ന് പറഞ്ഞാൽ പരിഹാസം. അടുത്തത് കരുണം, ദുഃഖം. ഇവിടെ ഈ ദുഃഖാഭിനയിക്ക് പലപ്പോഴും കണ്ണ് കുട്ടി മുകളിലോട്ട് വന്ന ആചാര്യ പ്രത്യേകം പറയുന്നത് അതൊരു പ്രത്യേക അനുഭവം. വെറുതെ നമ്മളിങ്ങനെ നോക്കുന്നതിലുള്ളത് അത് എൻ്റെ ഒരു അഭിനയത്തില്. ഇനി കരുണം, രൗദ്രം. രൗദ്രത്തിലാണ് നമ്മൾ തടയുന്നത്. ഈ രൗദ്രത്തിലുള്ളത് കൊല്ലുക എന്നുള്ളത്. ഇതെല്ലാം ആ ഒരു നമ്മുടെ ആ ഒരു എന്താ പറയുക, ആ ഒരു കണ്ണിന്റെ ആ നമ്മൾ പറഞ്ഞ രീതിയിലുള്ള പ്രയോഗങ്ങളുടെ മാത്രം അഭിനയത്തിലൂടെയാണ്. അടുത്തത് വീരസ്. ഇവിടെ കാണിച്ച രാജാവിന്റെ വീരസ്.
ഒഴിവാക്കുമ്പോൾ 8 രസങ്ങൾ, അഷ്ടരസങ്ങൾ. അങ്ങനെ ഒഴിവാക്കാനുള്ള കാരണം ശാന്തം പലപ്പോഴും അതിൻ്റെ ഉപരിയായിട്ടുള്ള അർത്ഥത്തിൽ വളരെ സ്പിരിച്വൽ ആയിട്ടുള്ള അങ്ങേയറ്റം നിൽക്കുന്ന യമിമാർക്ക് മാത്രമേ ആ ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ. അതൊരു നടന് അഭിനയിക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് നമ്മുടെ നാട്യശാസ്ത്രകാരൻ തന്നെ ഭരതമുനി തന്നെ നേരത്തെ തന്നെ ഒഴിവാക്കിയിരുന്നതാണ്. പക്ഷേ എങ്കിലും നമ്മൾ പറയുമ്പോൾ രസങ്ങൾ അഭിനയിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും തപസ്സം അതുപോലെയുള്ള കാര്യങ്ങൾ കാണിക്കുമ്പോൾ ആ വളരെ ഉയർന്ന തലത്തിലല്ലെങ്കിൽ പോലും ആ രസത്തെ നമുക്ക് ഒന്ന് എന്താ പറയുക റെപ്രസെന്റ് ചെയ്യേണ്ടത് തപസ് ഇത്രയാണ് നവരസങ്ങൾ. ഇത് ചെറിയ കലാശം പദങ്ങളുടെ ഇടയ്ക്ക് Thank you.